എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. എന്നെ പിടിച്ചോണ്ട് വന്നു, കേസ് എന്താണെന്നൊക്കെ പറയാമെന്ന് പറഞ്ഞു, അറസ്റ്റ് ചെയ്തു. ഞാൻ സ്ത്രീത്വം അപമാനിക്കത്തില്ല. തട്ടിപ്പുകാർക്കെതിരെ അഴിമതിക്കെതിരെ പോരാടും. പിണറായി സംചുലയത്തെ അഴിമതിയുടെ പീരൻ മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി, അതിന് ഓശാനം പിടിക്കുന്ന പോലീസുകാർ, ഈ നാട് മുടി. രാത്രി ഷാജൻ സ്കറിയയുടെ ഈ ഒരു അറസ്റ്റ് നടന്നത് മുതൽ ഈ ഒരു നിമിഷം വരെയും എല്ലാ സമൂഹ മാധ്യമങ്ങളിലും, അത് മാത്രമല്ല മെയിൻ സ്ട്രീം ചാനലുകളിലടക്കം ഈ ഒരു വിഷയം നല്ല രീതിക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുന്നതാണ്. അതായത് ഓൺലൈൻ ചാനലായ മറുനാടൻ മലയാളി എന്ന സ്ഥാപനത്തിന്റെ ഉടമയും എഡിറ്ററുമാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ എന്തിന് ഇങ്ങനെ ഒരു അറസ്റ്റ് നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈബർ പോലീസാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ കുടപ്പനക്കുന്നിലെ വീട്ടിൽ നിന്ന്, അതും വൃദ്ധരായ മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന്, ഭക്ഷണം കഴിക്കുന്നതിന്റെ മുന്നിൽ നിന്ന് നമ്മൾ കണ്ട ഒരു കാഴ്ചയിലൂടെ അദ്ദേഹം വസ്ത്രം പോലും ധരിക്കാൻ സമ്മതിക്കാതെയാണ് അവർ കൊണ്ടുപോയത്. വസ്ത്രം ധരിക്കുന്ന കാര്യം പറഞ്ഞ സമയത്ത് പോകുന്ന വഴിക്ക് അവർ മേടിച്ചു കൊടുക്കാം എന്ന തരത്തിൽ പറഞ്ഞു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. അപ്പം ഈ ഒരു കേസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാഹി സ്വദേശിനിയായിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു അല്ലെങ്കിൽ ലൈംഗിക അധിക്ഷേപം നടത്തി എന്ന തരത്തിൽ 2024 ഡിസംബർ മാസത്തിൽ ഇദ്ദേഹം ഒരു ഹണി ട്രാപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട് അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായാലും അവർ താമസിക്കുന്നവർ ഇവിടെ അല്ല, അബുദാബി അങ്ങനെ എന്തോ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പം അവിടെ കുറേയധികം പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അത് അവരെ ഭയങ്കരമായിട്ട് തളർത്തിയ ഒരു കാര്യമാണെന്ന് പറഞ്ഞ് അവർ സൈബർ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. അങ്ങനെയാണ് തൈക്കാട് പോലീസ് അവരാണ് ഈ ഒരു അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ, അതായത് നമ്മുടെ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ, ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലീസ് പാലിക്കേണ്ട കുറച്ചധികം കാര്യങ്ങൾ, അത് എന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഷാജൻ സ്കറിയയുടെ കുറച്ചധികം കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ പോലീസ് ചെയ്ത ഈ ഒരു പ്രവൃത്തിക്കെതിരെ നിയമവിരുദ്ധ നടപടി എന്ന തരത്തിൽ അദ്ദേഹം നിയമ നടപടിയായി മുന്നോട്ട് പോകുക എന്നൊരു കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് പറയുന്നത്. അതായത് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ വ്യക്തിയോട് എന്തിനാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന കാര്യം ബോധ്യപ്പെടുത്തണം, പറയണം. അദ്ദേഹത്തിനോട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോട് സുഹൃത്തുക്കളോട്, അങ്ങനെയുള്ള ആരുടെങ്കിലും ചുറ്റുപാട് നിൽക്കുന്നവരോട് ബോധ്യപ്പെടുത്താനുള്ള ഒരു അവകാശം, ഭരണഘടനാ അവകാശം അവർക്കുണ്ട്. അത് നമ്മുടെ ആർട്ടിക്കിൾ 22(1) അവർക്ക് നൽകുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അവകാശമാണ്, ഭരണഘടനാ അവകാശമാണ്. ആ അവകാശത്തിൻ്റെ ലംഘനം നടന്നു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ജാമ്യം കൊടുക്കാനുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഓൾറെഡി അദ്ദേഹത്തിന് ഇന്നലെ രാത്രി തന്നെ ജാമ്യം കിട്ടിയ ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ കേട്ടൊരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞുതരിക. നിയമവശം അറിയുന്ന കുറേയധികം ആൾക്കാരുണ്ടല്ലോ. പക്ഷെ എവിടെയോ കേട്ടൊരു ഓർമ്മയിൽ പറയാണ്, ഒരാൾ ആഹാരം കഴിക്കുന്നതിൻ്റെ മുന്നിൽ നിന്നൊന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു ഇതില്ല എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ആ മനുഷ്യൻ ആഹാരം കഴിച്ചതിന് ശേഷം, അത് കഴിഞ്ഞതിന് ശേഷം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാവുന്ന കാര്യം. കാരണം 24 മണിക്കൂറൊന്നും ഒരാൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഇതൊരു നിയമവശം അല്ലെങ്കിൽ പോലും ഇതൊരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു നിലപാടാണ്. ഒരാൾക്ക് ആഹാരം കഴിക്കാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന കണക്ക് വസ്ത്രം ധരിക്കപ്പെട്ടുകൊണ്ട്, അതായത് ഈ പറയുന്ന നമുക്കറിയാലോ, നാണം മറയ്ക്കുക എന്നൊരു സംഭവം, ഇന്ന് പലരും അത് ചെയ്യുന്നില്ലെങ്കിലും അതൊരു അവകാശം തന്നെയാണ്. അപ്പം അത് ഈ പറയുന്ന പാലിക്കപ്പെടാതെ കൊണ്ടുപോയി എന്നൊരു കാര്യം. പക്ഷെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, പോലീസ് എൻ്റെ അടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയെന്ന് പറയുന്ന സമയത്തും അദ്ദേഹം തന്നെ പറയുന്നു, ഗുണ്ടകളെ പോലെ ഈ പറയുന്ന എൻ്റെ വീട്ടിൽ നിന്ന് രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ച് എൻ്റെ വസ്ത്രം പോലും ധരിക്കാതെ പിടിച്ചുകൊണ്ട് പോയതും പോലീസ് തന്നെയാണെന്ന് അദ്ദേഹം തന്നെയാണ് പറയുന്നതെന്ന് പറയുന്നത്. അല്ല, അപ്പുറത്തേക്ക് അദ്ദേഹം ഈ ഒരു സർക്കാരിനെതിരെ പറയുന്നുണ്ട്, അങ്ങനെ പോലീസ് മേധാവികൾക്കെതിരെ പറയുന്നുണ്ട്. ഈ പിടിച്ചുകൊണ്ടുപോയ സൈബർ പോലീസ് അതിൻ്റെ മേധാവി അല്ലെങ്കിൽ അതിൻ്റെ ഉന്നത സ്ഥാനം CI എന്ന് തോന്നുന്നു, അദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അത് പറയുന്നതിൽ തെറ്റ് കണക്കാക്കാൻ പറ്റില്ല. കാരണം അത് കള്ളമാണെന്നൊന്നും, അല്ലെങ്കിൽ അത് ഒരാൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു വ്യക്തിയുടെ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാ വീഡിയോകളോടും എനിക്ക് യോജിപ്പില്ലെങ്കിലും ചില വീഡിയോകളോട് നല്ല രീതിക്ക് യോജിപ്പുള്ളൊരു കാര്യമാണ്. അതിലുപരി പലപ്പോഴും റെസ്പെക്റ്റ് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ജേർണലിസ്റ്റൊക്കെ ആയി പ്രവർത്തിക്കുക, ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ പറയുമ്പം ഒരു റിയാക്ഷൻ വീഡിയോ ഞാനടക്കമുള്ള കുറേയധികം ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് എനിക്കിതിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു പാഷൻ ഉള്ളത് കൊണ്ടാണ്, ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഇതുപോലുള്ള ചില കാര്യങ്ങൾ ഇടപെടണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസും ഉള്ളൊരു വ്യക്തിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഉള്ള അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ കാണുന്ന സമയത്ത് ഒരുപാട് റെസ്പെക്റ്റ് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനടക്കമുള്ള ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ചുമ്മാതെ വന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എല്ലാവരും കേൾക്കണമെന്നില്ല. അങ്ങനെ കേൾക്കുന്ന ആൾക്കാരും ഉണ്ട്, അതിലിപ്പം ഭയങ്കരമായിട്ട് നിൽക്കുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ കൂടുതൽ പേരും
എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ സ്ട്രീം ചാനലുകളിൽ വരുന്ന വാർത്തകൾ അത് ഒരു ആധികാരികതയാണ്, നമ്മൾ പറയുന്നതിന് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അത് മറ്റ് ചാനലുകളിൽ ചെയ്തിട്ടുള്ള മെയിൻ സ്ട്രീം ചാനലുകളിൽ ചെയ്തിട്ടുള്ള വീഡിയോയുടെ ക്ലിപ്പുകൾ എടുത്തു വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഞങ്ങളെപ്പോലുള്ളവർ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ എടുക്കുന്ന എഫേർട്ട് തന്നെയാണ് നമ്മൾ. പിന്നെ ഇതിൽ കുറേ അധികം ആൾക്കാർ വേറെ കാര്യങ്ങളുണ്ട്, അവർക്ക് കിട്ടുന്ന ഈ പറയുന്ന രഹസ്യമായിട്ട് കിട്ടുന്ന വോയിസ് ക്ലിപ്പുകളുണ്ട്, ചാറ്റുകളുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഒരുപാട് ഈ പറയുന്ന കോണ്ടാക്ട്സ് ബാക്കി കാര്യങ്ങളും കുറേ വർഷങ്ങളായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന അതിനൊക്കെ കഴിവുള്ള കുറേ അധികം ആൾക്കാരുണ്ട്, അങ്ങനെ ഇല്ലാത്തവരുണ്ട്. അപ്പം ഞാനൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ്, അധികം കോണ്ടാക്ട്സ് ഇല്ല, ബാക്കി കാര്യങ്ങളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള മെയിൻ സ്ട്രീം ചാനലുകളെയൊക്കെയാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ എന്ന് പറയുന്നത് സഹായത്തിനായിട്ട് ഈ പറയുന്ന വീഡിയോസ് എടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അതിൽ ചിലപ്പോഴെങ്കിലും ഷാജി സ്കറിയുടെ ഒരു വീഡിയോ എങ്കിലും പലർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എടുത്തിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും ഈ പറയുന്ന നീതി കിട്ടാതെ വരുന്ന ചില കേസുകളെങ്കിലും പാവപ്പെട്ടവരായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് നീതി മേടിച്ചു കൊടുക്കുന്ന അറ്റ്ലീസ്റ്റ് കുറച്ച് വീഡിയോസെങ്കിലും അദ്ദേഹം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ജേർണലിസ്റ്റ് ആവാന്ന് പറഞ്ഞ ഒരുപാട് ആഗ്രഹമായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു മേഖലയെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യത്തിൽ ഞാൻ എന്താ പറയുന്നത് ഒരുപാട് റെസ്പെക്റ്റ് തോന്നിയിട്ടുണ്ട് ഈ ഒരു മനുഷ്യരോട്, പല കാര്യങ്ങൾ സംസാരിക്കുന്ന കാണുന്ന സമയത്ത്. അതേ സമയത്ത് തന്നെ ചില വീഡിയോകൾ കാണുന്ന സമയത്ത് വിയോജിപ്പും തോന്നിയിട്ടുള്ള കാര്യമാണ്. ആ വിയോജിപ്പ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ താഴെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അതായത് അത് കാണാൻ വൃത്തിയില്ല, കാരണം അത്യാവശ്യം നല്ല രീതിക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോസിനെല്ലാം റീച്ച് ഉള്ളതാണ്, ഒരുപാട് കമൻറ്റ് വരാറുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്നും കാണാനുള്ള, കാരണം മണിക്കൂറിലോട്ടാണ് ഇവരൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും, ചില ആൾക്കാർക്ക് അദ്ദേഹത്തിനോട് സപ്പോർട്ടുണ്ട്, ചില ആൾക്കാർക്ക് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം ചിലർ തെറി വിളിക്കാറുണ്ട്, ചിലർ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അറസ്റ്റ് എനിക്ക് തോന്നുന്നു നാടകീയമായിട്ട് എനിക്കും തോന്നിയൊരു കാര്യമാണ്. കാരണം മനസ്സിലാവാത്തൊരു കാര്യമാണ്. പോലീസിന് വഴിയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന വസ്ത്രം മേടിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വസ്ത്രം എടുത്ത് ഇടിയിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അപ്പോഴാണ് എന്തൊക്കെയോ ട്വിസ്റ്റുകൾ ഇതിൽ ഉള്ളതുപോലെ തോന്നിയെന്ന് പറയുന്നത്. കാരണം ഇപ്പം ഇറങ്ങിയ എമ്പുരാൻ സിനിമയാണ് എനിക്ക് പെട്ടെന്ന് ഇത് കണ്ട സമയത്ത് ഓർമ്മ വന്നതെന്ന് പറയുന്നത്. അതിൻ്റെ കാരണം നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും. അതിനകത്ത് മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അവർ ചെയ്തിട്ടുള്ള പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ശക്തമായിട്ടുള്ളൊരു തിരിച്ചു വരവ് വരുന്ന ഒരു രംഗമുണ്ട്, എല്ലാവർക്കും ഓർമ്മയാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നു. കാരണം അതിൽ പറയുന്ന ബൈജു എന്ന് പറയുന്ന അദ്ദേഹമാണെന്ന് തോന്നുന്നു, പറയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഒരാളിങ്ങനെ ഭയങ്കര ശക്തമായിട്ട് കയറി വരണമെങ്കിൽ, രാഷ്ട്രീയത്തിൻ്റെ കാര്യമാണ്, കയറി വരണമെങ്കിൽ ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്തായിരിക്കും സ്വാഭാവികമായിട്ടും അത് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് ആൾക്കാരിലേക്ക് ഇറങ്ങുക എന്ന രീതിക്ക് പറഞ്ഞുകൊണ്ട് 3 കാര്യങ്ങളൊക്കെ പറയുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സ്, അതുവരെ കണ്ടിട്ടില്ലാത്ത ആ ഡ്രസ്സ്, അല്ലെങ്കിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, കൈവിലങ്ങ് അണിഞ്ഞുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇതിനകത്ത് കണക്റ്റഡായി. അപ്പം ഒരുപക്ഷെ അത് അദ്ദേഹത്തിൻ്റെ മിടുക്ക് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം നാടകീയമാണ്, പക്ഷെ അതൊരു മിടുക്കാണ്. കാരണം എന്ന് പറയുന്നത് ഷാജി സ്കറിയ എന്ന് പറയുന്ന വ്യക്തിയെ ഈ മാധ്യമ ശ്രദ്ധ കിട്ടുന്നത് ഇത് ആദ്യമായിട്ടൊക്കെ എന്ന് ചിലർ പറയുന്നത് കേട്ടു. അതങ്ങനൊന്നും അല്ലെന്ന് എനിക്കറിയാം. കാരണം ബോച്ച അടക്കമുള്ള ആൾക്കാരെയൊക്കെ കാണാത്തവരുടെ കുഴപ്പമായിരിക്കും. ഈ പറയുന്ന ഇരുന്ന് വെല്ലുവിളിക്കുന്ന ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് പലപ്പോഴും ചർച്ചാ വിഷയമാകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആരൊക്കെയോ ഇവിടെയൊക്കെയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയത്തില്ല, ബോച്ചയുടെ ഒരു ഈ പറയുന്ന തേയിലയുമായി ബന്ധപ്പെട്ട ലോട്ടറിയുമായി കണക്ട് ചെയ്തിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു, തട്ടിപ്പിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അത് മുന്നോട്ട് കൊണ്ടുവന്നത് ഈ ഒരു വ്യക്തി തന്നെയാണ്. അന്ന് മുതലാണ് ഈ ഒരു വ്യക്തിയുടെ ചാനൽ ഞാൻ കാണാൻ തുടങ്ങിയെന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിലപ്പുറത്തേക്ക് അദ്ദേഹത്തിന് അറിയാം എങ്ങനെ ഏത് തരത്തിൽ മാധ്യമങ്ങളുടേക്ക് ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ചാനൽ കൊണ്ട് നടക്കുന്നില്ലേ. അപ്പം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കുറേ ആൾക്കാരിലേക്ക് റീച്ച് ആവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഏതൊരു മനുഷ്യനും ചെയ്യും. അതിനുള്ള കാര്യങ്ങൾ അതാണല്ലോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നാടകീയമായിട്ടുള്ള കാര്യങ്ങൾ. അത് രാഷ്ട്രീയത്തിലായാലും പുറത്തായാലും ഏത് തരത്തിലായാലും. അപ്പം സ്വാഭാവികമായിട്ടും വസ്ത്രം ധരിക്കാതെ ഇത്രയും കൈയെടുത്ത് കാണിച്ചുകൊണ്ട് മീഡിയയ്ക്കൊക്കെ ഈ പറയുന്ന അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് അതാണ് ആ ഒരു സിനിമയിൽ ആ ഒരു സംഭവം. കാരണം വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം. എന്നിട്ട് ഞാൻ ഈ പറയുന്ന പിണറായി സർക്കാർ തുലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഇതിലേക്ക് കയറി ഞാൻ ജയിലിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ പോവുകയാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു നാടകീയമായിട്ടുള്ള മുഹൂർത്തം പോലെ തന്നെയാണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു അറസ്റ്റ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ ആരും ചർച്ച ചെയ്യപ്പെടാത്തത് കുറേയധികം വശങ്ങൾ എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളത് മാത്രം നിരാശാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു തട്ടിപ്പ് നടത്തിയ ഒരാളെക്കുറിച്ചുള്ള ഒരു വാർത്ത കൃത്യമായിട്ട് അതിൽ വരുന്ന സമയത്ത് ആ വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്യാനോ ആ ഒരു വ്യക്തി
കുറേയധികം ആൾക്കാരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാനോ അതിൽ അല്ലെങ്കിൽ അതിൽ കണക്റ്റഡ് ആയി എന്നറിയപ്പെടുന്ന ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും ഒരു കാര്യം സ്വാഭാവികമായിട്ട് ഈ ഒരു രംഗത്ത് ജേർണലിസ്റ്റ് രംഗത്ത് നിൽക്കുന്ന ഇതുപോലെ അപകീർത്തി കേസ് എന്നൊക്കെ വരുന്ന സമയത്ത് അത് എത്രത്തോളം പ്രശ്നമാണെന്ന് നന്നായി ഊഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു മുൻകരുതൽ എടുക്കാതെ ഒരു വീഡിയോയും ചെയ്യാനായിട്ട് തോന്നില്ല. കാരണം അത്രയും കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റായിട്ടുള്ള ഒരു വിവരം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം തന്നെ ബാധിക്കുമെന്ന് അറിയാനുള്ള അല്പം ബുദ്ധിയെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാവാതിരിക്കത്തില്ല. അതായത് വീഡിയോ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിക്ക്. അപ്പം ആ കൊടുത്ത വാർത്തയിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ എവിടെയെങ്കിലുമൊക്കെ കാണുമല്ലോ. കാരണം ലുക്കൗട്ട് നോട്ടീസിനെ കുറിച്ച് ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നത് അതടക്കമുള്ള രേഖകളടക്കം ആ ഒരു വീഡിയോയിൽ അദ്ദേഹം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വാർത്തയെക്കുറിച്ചോ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ പോലീസ് ഒന്നും പറയുന്നില്ല. അതിൻ്റെ കാരണം അത് കേരളത്തിലല്ല നടന്നത്, അത് മറ്റൊരു രാജ്യത്താണ് നടന്നിട്ടുള്ളത് എന്ന തരത്തിലാണ് പറയുന്നത്. അപ്പം തോന്നി പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കേസ് എനിക്ക് തോന്നുന്നു ഇനി ആ സ്ത്രീ ഇനി ഇവിടെ വന്നു കൊടുത്ത കേസ് ആയതുകൊണ്ടായിരിക്കും. അവിടെ ആയിരിക്കും ഇതിനെക്കുറിച്ചുള്ള കേസ് എടുക്കുന്നതെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയാത്തവരൊന്ന് പറഞ്ഞു തരിക. പക്ഷേ ഇനി അവരിവിടെ വന്ന് കേസ് കൊടുത്തു എന്നുള്ള കാര്യം എന്നാലേ നമ്മുടെ നാട്ടിലത് പ്രസക്തമാവും. കാരണം ഞാൻ പറയപ്പെടുന്നത് കേട്ടു, ആ ഒരു തട്ടിപ്പ് നടന്നത് ആ ഒരു നാട്ടിലായതുകൊണ്ട് ആ കേസ് അവിടെ മാത്രമേ എടുക്കാൻ പറ്റൂ എന്നുള്ള രീതിക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇരയാക്കപ്പെട്ടു അല്ലെങ്കിൽ അതിൽ കൂടെ നിന്നു എന്ന് പറയുന്ന സ്ത്രീയുടെ കേസും അവിടെ തന്നെയല്ലേ വാദിക്കണുള്ളൂ എന്ന് പറയുന്നത്. അത് മനസ്സിലാവുന്നില്ല, കണക്റ്റഡ് ആവുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിയമവശങ്ങൾ കൂടുതൽ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതുപോലെ ചില കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ചില ചാനലുകൾക്ക് കൂടുതലായിട്ട് റീച്ച് ഉണ്ടാകുന്നത്. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും. ഇപ്പം ഇദ്ദേഹത്തിനെ അറിഞ്ഞുകൊണ്ട് പെടുത്താൻ ശ്രമിച്ചതാണെങ്കിൽ പെടുത്തിയ ആൾക്കാർക്കൊക്കെ പണി കിട്ടിയതുപോലെ തന്നെയാണ്. കാരണം തിരിച്ചു വന്ന് അതിനേക്കാളും ആവേശത്തോടെ ആയിരിക്കും ആ ഒരു വ്യക്തി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്ന പല ആൾക്കാരെ കുറിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുവരെ 3 ലക്ഷം പേര് കണ്ടുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇനി തൊട്ടത് 6, 7, 8 ലക്ഷങ്ങളിലേക്ക് പോകും. അതിനുള്ളൊരു പദ്ധതി അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്തു എന്ന് മാത്രമേ എനിക്കിതിനെ തോന്നുള്ളൂ.